ലോകം എന്നും വിശേഷനാമമേ
എന്നുള്ള നാമമേ ലോകം എന്നും വിശേഷനാമമേ. സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആരാധനക്രമം മൂന്നാം പുറത്തിൽ കാണുന്ന ഒന്നാമത്തെ സ്തുതിത്താനുകൾ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. മൂന്നാം പുറം ഒന്നാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് നയിക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാം. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. തകർന്നിരിക്കുന്ന മനസ്സ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പത്തോട്, അപ്പ ഞാൻ സ്വർഗത്തോടും അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടുപ്പിടലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ കുറവുകളെ ഒന്നില്ലാതെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പൂർണ്ണമായി വനിതാ ഹൃദയത്തോടെ കടന്നു ചെന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് മോചനം പ്രാപിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമം ഒൻപതാം പുറത്തിൽ കാണുന്ന ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമം ഒൻപതാം പുറം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ശുദ്ധ ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമുള്ള പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ ദുഃഖത്തിൽ ഞങ്ങളെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ.
സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ ഉപകാരങ്ങളെ നമുക്ക് ഓർക്കാം. കഴിഞ്ഞ ഒരു മാസം എത്ര അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി. ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണല്ലോ. ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ 14-ാം പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 14-ാം പുറം 1-ാമത്തെ സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസനായ ഞങ്ങളോട് സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങളേക്ക് മഹാവിനിയും മനഃപൂർവമായ സ്തോത്രവും ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവരങ്ങൾക്ക് വേണ്ടി മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനമില്ലാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഈ സമയം നമുക്ക് ഒരു സങ്കീർത്തനം വാക്യ പ്രതിവാക്യങ്ങളായിട്ട് വായിക്കാം. 15-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യങ്ങളായി നമുക്ക് വായിക്കാം. ആകെ 5 വാക്യങ്ങൾ മാത്രമുള്ള ഒരു സങ്കീർത്തനമാണ്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവർക്ക് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള അലങ്കാരത്തിന്. ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ മാത്രം. ദാനിയേൽ 3-ാം അധ്യായം അതിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരെ നിയമിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ
നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ആ ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്ന നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ട് കളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാഥ ശദ്രക്കും മേശക്കും അഭേദ്രവും രാജാവിനോട് നെബൂഖദ്നേസരെ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഈ പരിശുദ്ധ വചനങ്ങൾ ആത്മീക ബലം നൽകി നമ്മെ വഴിനടത്തുമാറാകട്ടെ. ആമേൻ. ഈ സമയം ആരാധനക്രമം 22-ാം പുറത്തിൽ കാണുന്ന വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് പ്രസ്താവിക്കാം. 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ബാധിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാനും വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇപ്രകാരം ആരാധന പങ്കെടുക്കുവാൻ നമ്മുടെ ആത്മീക കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ദർശിപ്പാൻ നമുക്ക് ലഭിച്ച വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റാം. ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മയെയും സഹായിച്ചു. 2020 വർഷത്തിലെ 1-ാം മാസം മുതൽ ഈ 10-ാം മാസം വരെ സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ നടത്തിയത്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എല്ലാ ഉപകാരങ്ങളും ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തുതിക്കുന്നു. നല്ല കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇപ്രകാരം ദൈവത്തിന്റെ പൊന്നുമുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിനാണ് സ്തോത്രം. ചില ആഴ്ചകളായി കർത്താവ് ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കപ്പെടുവാനോ ദൈവാലയത്തിൽ പ്രവേശിച്ച് അങ്ങേ ആരാധിപ്പാൻ കഴിയുന്നില്ല. എങ്കിലും കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുവാൻ, ആത്മീകമായ ബലം പ്രാപിപ്പാൻ, അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിച്ചിരിക്കാൻ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അങ്ങേ ആരാധിപ്പാൻ ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇപ്രകാരമുള്ള അവസരങ്ങളൊന്നും നഷ്ടമാക്കാതെ ശരിയായി പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ വിവിധമായ പ്രവർത്തനങ്ങൾക്കായി, വികസന പ്രവർത്തനങ്ങൾക്കായൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവൊന്നും മുടക്കമില്ലാതെ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ അതിന് വേണ്ടി അധ്വാനിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെയും മറ്റു ഭാരവാഹികൾ ഒരുപോലെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ദേവാലയങ്ങൾ തുറക്കപ്പെടുവാനും ഞങ്ങൾക്ക് ദൈവമായ കർത്താവെ കുഞ്ഞുങ്ങളോടൊപ്പം, അമ്മമാരോടൊപ്പം, വൃദ്ധ മാതാപിതാക്കളോടൊപ്പം ഒരുമിച്ച് ദൈവാലയത്തിൽ പ്രവേശിച്ച് അങ്ങ് ആരാധിപ്പുള്ള അവസരം വളരെ വേഗം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം
വാർദ്ധക്യത്തിലെത്തിയ അമ്മമാരും പിതാക്കന്മാരും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള അഭിവാഞ്ചിയോടുകൂടെ ഭവനങ്ങളിലായിരിക്കുകയാണ്. അവരുടെ ആഗ്രഹത്തെ അങ്ങ് മാനിക്കണം കർത്താവേ. വളരെ വേഗം ഞങ്ങൾക്ക് അതിനുള്ള അവസരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിൽപ്പെട്ട എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളെയും അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഭവനങ്ങൾ നൽകണമേ. ദേശത്ത് പാർക്കുന്ന എല്ലാ മതവിശ്വാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ജാതിമത ഭേദമന്യേ യേശു കർത്താവിനുള്ള അനുഗ്രഹങ്ങൾ കൃപകൾ പ്രാപിച്ചുകൊണ്ട് ദേശത്ത് നല്ല സാക്ഷികളായി തീരുവാൻ അവരെ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ സംസ്ഥാനത്തിനായി, ഞങ്ങളുടെ രാജ്യത്തിനായി, ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക COVID-19 രോഗത്തിന്റെ വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിന് തക്കതായ പ്രതിവിധി കണ്ടെത്തുവാൻ ഓരോരുത്തരെ സഹായിക്കണമേ. ഇതിന്റെ പിന്നെ അധ്വാനിക്കുന്നവർ തളർന്നു പോകാതെ വളരെ ആത്മാർത്ഥമായി ഈ രോഗത്തിനെതിരെ പോരാടുവാൻ ശക്തി അവർക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പേർ കർത്താവെ രോഗത്താല് ഈ ലോകത്തിൽ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭവനങ്ങൾ കണ്ണുനീർത്താലുകളിലായിരിക്കുന്നു. ഇനി അപ്രകാരമുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകാതെ ആ രോഗം ഭൂമുഖത്ത് നിന്നും പൂർണ്ണമായി തുറച്ചു മാറ്റപ്പെടുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്കായി ഭാരവാഹികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ അവരുടെ മേലും പകരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി, യവന മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിൽ തിരുസാന്നിധ്യം പകരണം. കർത്താവെ, പുതിയ അധ്യയന വർഷത്തിലെ പഠനത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുങ്ങുകയാണ്. അവർ ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് നല്ല കോളേജുകളിൽ അവർക്ക് അഡ്മിഷൻ ലഭിക്കാനും നല്ല വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുവാനും അവരെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രവേശന പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് കർത്താവ് നല്ല വിജയം നൽകി ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ജന്മനാൾ ഓർത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ഓർത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിന്റെ കൃപയിൽ പകർന്നു. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ, സമാധാനത്തിന്റെ, സമൃദ്ധിയുടെ നാളുകളാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പുതിയ പുതിയ നന്മകൾ നൽകി അതനുഭവിച്ച സന്തോഷത്തോടെ ഭവനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി ജീവിക്കാൻ അവരെ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ ദൈവവചനം സംസാരിക്കുന്ന അച്ഛനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനം അച്ഛനോട് നൽകണമേ. ഞങ്ങളുടെ ദക്ഷിണേന്ത്യ സഭ ഇന്ന് അൽമായ ഞായറായിട്ട് ആചരിക്കുകയാണല്ലോ. ഈ അൽമായ ഞായർ ആരാധനയിൽ ദൈവജനത്തിന്റെ സാക്ഷ്യം എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരങ്ങൾക്കാണ് സ്തോത്രം. ഈ ആരാധനയുടെ പിന്നിൽ വിവിധ നിലകളിൽ അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അധികമായ നന്മകളാലും പ്രിയമക്കളെ വഴി നടത്തണം. എല്ലാ മുനവാദപ്പെടുത്തി സമർപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. തിരുവചനാധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുക്കാം. ഈ സമയം നമ്മുടെ പാഠപുസ്തകത്തിൽ 503 ഗീതം ഉണർവിൻ വരം ലഭിക്കാൻ ഞങ്ങൾ വരുന്നു തിരുസന്നിധി എന്നുള്ള ഗാനം നമുക്ക് ദൈവസന്നിധിയോടുകൂടെ ആലപിക്കാം. അതിനുശേഷം സ്നേഹമുള്ള അവരുടെ സജി പ്രസാദ് അച്ഛൻ നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. ഞങ്ങൾ വരുന്നു തിരുസന്നിധി. നിന്റെ വന്യകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നിന്റെ വന്യകൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ.
ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിനെ ആശിഷമായി അയക്കേണമേ ഈ ശിഷ്യരാ ദാസരിനെ ഉണർവിൻ പ്രകടിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ഉണർവിൻ ശക്തിയായി കേണമേ ഈ ശിഷ്യരാ ദാസരിനെ ഉണർവിൻ ശക്തിയായി കേണമേ ഈ ശിഷ്യരാ ദാസരിനെ ഉണർവിൻ പരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ നാഥാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ അനുഗ്രഹിക്കൂ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയ ദൈവജനമേ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്റെ പ്രഭാത വന്ദനം. കൊറോണ എന്ന വൈറസ് കാട്ടുതീ പോലെ മനുഷ്യനിൽ അനുനിമിഷം പടർന്നു പിടിക്കുകയും ജനലക്ഷങ്ങൾ ഇതിനോടകം മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ ക്ലേശപൂരിതമായ നാളുകളുടെ 9 മാസങ്ങൾ പിന്നിട്ട് വർഷത്തിന്റെ 10ാമത്തെ മാസത്തിലെ ആദ്യത്തെ കർത്തൃ ദിവസത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവനും ജീവിതവും നൽകി ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ ശിരസ്കരായി കുമ്പിടുന്ന നിമിഷമാണ് ഇത്. ഈ മാസത്തെ ഓരോ ദിനങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകട്ടെ. സുഖദുഃഖ സമ്മിശ്രമാണ് മനുഷ്യജീവിതം. ഏതു സമയത്തും ജീവിതയാത്രയിൽ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചു എന്ന് വരാം. എന്നാൽ അത്തരത്തിലുള്ള ജീവിത പരീക്ഷണ കാലഘട്ടങ്ങളിൽ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്, ദൈവത്തിൽ നിന്നും അകന്നു പോകാറുമുണ്ട്. അത്തരം പ്രതിസന്ധികളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റുകൾക്ക് നാം സാഹചര്യങ്ങളെ പഴിചാരാറുണ്ട്. എന്നാൽ ഏത് സാഹചര്യത്തിലും ഏത് തരം പരീക്ഷണ ഘട്ടമുണ്ടായാലും ചഞ്ചലപ്പെടാതെ അവയെല്ലാം ഒരുപോലെ സ്വീകരിപ്പാനും ദൈവാശ്രയം വിട്ടുകളയാതെ ഇരിപ്പാനും കഴിയുന്ന മനുഷ്യനാണ് യഥാർത്ഥ ഭക്തൻ. അവൻ ഒരിക്കലും തന്നെ സാക്ഷ്യം നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ദക്ഷിണേന്ത്യ സഭ ഇന്ന് ചിന്തിക്കുവാനായി തന്നിരിക്കുന്ന വിഷയം തന്നെ ദൈവജനത്തിന്റെ സാക്ഷ്യം എന്നാണ്. ദൈവജനത്തിന്റെ സാക്ഷ്യം ലേറ്റി സൺഡേയായി ഇന്ന് ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മായ ഞായറായി ആഘോഷിക്കുമ്പോൾ, പുരോഹിതരല്ലാത്ത ദൈവമക്കളെല്ലാവരും ദൈവജനമാണ്, അല്ലെങ്കിൽ അന്മായരാണ് എന്നുള്ള ചിന്താഗതിയോടെയാണ് ദക്ഷിണേന്ത്യ സഭ അന്മായ ഞായറായി ആഘോഷിക്കുന്നത്. പൗരോഹിത്യം ദൈവജനത്തിന് ദൈവം നൽകിയിരിക്കുന്ന
ഒരു ജീവിത ക്രമമാണ്. അതിൽ നിന്നും അല്പം വ്യത്യസ്തത മാത്രമാണ് ഒരു സഭയിൽ പൗരോഹിത്യം നിർവഹിക്കുന്ന വ്യക്തിക്കുള്ളത്. ഇവിടെ ദൈവജനത്തിന്റെ സാക്ഷ്യം എന്ന വിഷയം സംഗതമാകുന്നത് ഈ ദേശത്തിന്റെ മധ്യത്തിൽ ദൈവമക്കളെന്നുള്ള പദവി ലഭിച്ചിരിക്കുന്ന സകല പേർക്കും ഉള്ള ഒരു അനുഗ്രഹമായിട്ടാണ് ഈ വിഷയത്തെ മനസ്സിലാക്കാൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെ പ്രതിപാദിച്ചിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ പരാമർശിക്കുന്നതും അവരുടെ ജീവിതത്തിലെ സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന ജീവിത പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ചു എന്നും ഈ കാലഘട്ടത്തിൽ ദൈവജനം എന്ന നിലയിൽ സാക്ഷ്യം നഷ്ടപ്പെടുത്താതെ എങ്ങനെ ജീവിക്കാനായി കഴിയും എന്നതിനെ കുറിച്ചുമാണ് അല്പമായി ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത്. ആരാണ് ദൈവജനം? ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിനും കർമ്മനിരതരാകുന്നതിനും ദൈവം നിയോഗിച്ചവർ അഥവാ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ദൈവജനം. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിനും കർമ്മനിരതരാകുന്നതിനും ദൈവം നിയോഗിച്ചവർ അഥവാ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ദൈവജനം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ജനമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന്, കരുണ ലഭിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ജനമാക്കി, ദൈവജനമാക്കി നമ്മെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. എന്തിനാണ്? നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, തലമുറകളിലേക്ക് ആ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ. ഇവിടെയാണ് ഇന്നത്തെ വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ. ദൈവജനത്തിന്റെ സാക്ഷ്യം വിശ്വാസ പരിശോധനയിലൂടെ എന്നാണ് ഒന്നാമത് ഞാൻ നിങ്ങളോട് സമ്മതിപ്പാനായി ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിന്റെ സാക്ഷ്യം വിശ്വാസ പരിശോധനയിലൂടെ. ഇന്ന് വായിച്ച വേദഭാഗത്തിൽ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദാനിയേലിനൊപ്പം ബാബിലോൺ പ്രവാസത്തിൽ കഴിഞ്ഞ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ദൈവവിശ്വാസികളായ ചെറുപ്പക്കാരെ കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവർ നെബൂഖദ്നേസർ രാജാവ് അടിമകളായി പിടിക്കപ്പെട്ട യഹൂദ ബാലന്മാരായിരുന്നു. എങ്കിലും ദാനിയേലും സ്നേഹിതന്മാരും രാജസന്നിധിയിലെ ഉദ്യോഗസ്ഥരായി. വിവിധ ഭാഷകളും വിദ്യകളും അവർ അഭ്യസിച്ചു. രാജഭോജനവും അവർക്ക് കൽപ്പിച്ചു തന്നു. കൂടാതെ അവരുടെ പേരുകൾക്കും രാജാവ് മാറ്റം വരുത്തി. എന്നാൽ രാജകീയ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഇവർ ഹൃദയത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വിശുദ്ധിക്ക് വേണ്ടി, ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്ത സാക്ഷികളാകുന്നതിന് വേണ്ടി ചിലതൊക്കെ വർജിക്കേണ്ടി വരുന്ന വ്യക്തിത്വങ്ങളായി തീരേണ്ടതുണ്ട് നാം എല്ലാവരും. ദൈവജനമെന്ന് അഭിമാനിക്കുന്ന എന്റെ നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ, നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ, നാം ഇടപെടുന്ന മേഖലകളിൽ വർജിക്കേണ്ടത് വർജിക്കുവാൻ, വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, വിശുദ്ധ സാക്ഷ്യം ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുത്തുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഈ യഹൂദ ചെറുപ്പക്കാരിലൂടെ നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതയാത്രയിൽ
വിശുദ്ധിക്ക് ഞാനും നിങ്ങളും എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു വേറിട്ട ജീവിതം നയിപ്പാണ്. ക്രിസ്തീയ ജീവിതം വേർപാട് നിറഞ്ഞതാണ് എന്ന് ഓർക്കുന്നതിനും അത് തിരിച്ചറിയുന്നതിനും അതിനായി പരിശ്രമിക്കുന്നതിനുമുള്ള ഒരു ജീവിതമാകണം നമ്മുടെ വിശ്വാസ ജീവിതം. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ വെളിവാകുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ആരാധന മാറ്റമായിരുന്നു. ഈ ആരാധന മാറ്റം മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറി. തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനുഭവം വരെ അവർക്കുണ്ടായി എന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. നെബൂഖദ്നേസർ തന്റെ വാഴ്ചയുടെ 18-ാം സംവത്സരം പൊന്നുകൊണ്ടൊരു ബിംബമുണ്ടാക്കി ദുരാ സമഭൂമിയിൽ പ്രതിഷ്ഠിച്ചു. കാരണം ബാബേൽ സംസ്ഥാനത്തിലെ സകല ജനത്തിൽ ഒരുമിച്ച് വന്ന് ആ ബിംബത്തെ കുമ്പിട്ട് ആരാധിക്കുന്നതിനുള്ള ഒരു വിശാലമായ ഭൂപ്രദേശമായിരുന്നു ദുരാ സമഭൂമി. അതുകൊണ്ട് തന്നെയാണ് രാജാവ് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകളും കൂടി ആ ബിംബത്തെ അവിടെ സ്ഥാപിച്ചത്. ബാബിലോണിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ളവർ വന്നുകൊള്ളണമെന്നാണ് രാജാവിന്റെ കൽപ്പന. എന്നാൽ ഒരു യഥാർത്ഥ യഹൂദനെ സംബന്ധിച്ച് അവനൊരിക്കലും ബിംബത്തെ നമസ്കരിക്കുകയില്ല. എല്ലാവിധത്തിലുള്ള വാദ്യോപകരണങ്ങളും മുഴക്കി ഉറച്ച സ്വരത്തിൽ ഈ ബിംബ പ്രതിഷ്ഠതയുടെ ഉദ്ദേശത്തെക്കുറിച്ച് രാജസന്നിധിയിൽ നിന്നും വിളംബരമുണ്ടാകുന്നു. നിങ്ങളെല്ലാവരും സ്വർണബിംബത്തെ നമസ്കരിക്കണം, അല്ലാഞ്ഞാൽ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. ഈ അറിയിപ്പ് കേട്ട ഉടനെ ബാബിലോൺ പ്രവാസികളായ യഹൂദന്മാരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും തുടങ്ങിയ വലിയ പുരുഷാരും ഈ ബിംബത്തെ വീണ് നമസ്കരിച്ചു. എന്നാൽ മേൽ പ്രസ്താവിച്ച യഹൂദ ബാലന്മാർ മാത്രം ഈ മ്ലേച്ഛമായ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നു. ഇത് മനസ്സിലാക്കിയ രാജാവിന് ഉഗ്ര കോപമുണ്ടായി. അവർക്ക് ഒരവസരം കൂടെ നൽകിക്കൊണ്ട് രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ദേവനാര്? എന്നാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കാതെ ദൈവവിശ്വാസികളായ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ജീവനുള്ള അവരുടെ ദൈവത്തിന് ഉറപ്പും വിശ്വാസവും വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, തങ്ങൾ സേവിക്കുന്ന ദൈവം തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല എന്നവർ വളരെ ശക്തമായി പ്രതികരിക്കുകയാണ് ചെയ്തത്. അവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് അവിടെ നടത്തിയത്. ജീവനുള്ള ഒരു ദൈവം ഞങ്ങളുടെ ഏത് പ്രതിസന്ധികളിലും ഞങ്ങളെ രക്ഷിക്കുവാൻ, ഞങ്ങളെ വിടുവിക്കുവാൻ മതിയായവനാണ്. ഇല്ലെങ്കിലും ഞങ്ങൾക്കത് സാരമില്ല എന്ന് ഉച്ചസ്ഥലം സാക്ഷിപ്പാനുള്ള ഒരു ആർജവം ഈ യഹൂദ ബാലന്മാർക്ക് ഉണ്ടായിരുന്നു. ഈ വിശ്വാസത്തിന്റെ വളർച്ച നമ്മുടെ വിശ്വാസ ജീവിതത്തിലുണ്ടോ? ഈ വിശ്വാസത്തിന്റെ ശക്തി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രകടിപ്പിക്കാനായി നമുക്ക് കഴിയുന്നുണ്ടോ? ഈ വിശ്വാസത്തിന്റെ ആഴം ദർശിപ്പാനായി എനിക്ക് നിങ്ങൾക്കും എന്തുമാത്രം കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ യഹൂദ ബാലന്മാർ സ്വന്തം ദൈവത്തെ ത്യജിക്കുന്നതിന് പകരം സ്വന്തം ജീവിതത്തെ ഹോമിക്കുവാൻ തീരുമാനിച്ച് അവരുടെ വിശ്വാസത്തെ നിലനിർത്താനായി പരിശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സാക്ഷികളായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടുവാൻ വിശ്വാസ ജീവിതത്തിൽ പരിശോധനകൾ ഉണ്ടാകുമ്പോൾ
മേൽപ്പറഞ്ഞ യഹൂദ ബാലന്മാരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നമുക്ക് മാതൃകയാക്കാം. സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരായിട്ടല്ല, ഒഴുക്കിനെതിരെ നീങ്ങി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ വിശ്വാസ ഓട്ടം നമുക്ക് തികയ്ക്കാം. സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 15-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പഠിപ്പിക്കുന്നത്, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെ, കൂട്ടുകാരന് അപമാനം വരുത്താതെ, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് അവിടെ പറഞ്ഞു നിർത്തുന്നത്. ആ ഒരു തലത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ വിശ്വാസത്തെ ഹനിക്കാതെ, വിശ്വാസ ജീവിതത്തെ തളർത്താതെ, വിശ്വാസത്തിൽ എന്നും മുന്നേറുവാനുള്ള അത്യന്തികമായ ശക്തി പ്രാപിപ്പാൻ ഈ നാളുകളിൽ പ്രിയ ദൈവമക്കളെ നാം എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ശത്രുഘ്നെ പോലെ, മേശകിനെ പോലെ, അഭേദനെ പോലെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നമ്മുടെ വിശ്വാസ ജീവിതം എഴുതപ്പെടുവാൻ, നമ്മുടെ തലമുറകളിൽ ആ വിശ്വാസത്തിന്റെ ചൈതന്യം നിലനിർത്തുവാൻ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെല്ലാവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ദൈവമായ കർത്താവേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹവും ശാന്തവുമായ ഈ കർത്തൃ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ പരനാമത്തെ സ്തുതിക്കുന്നു. ദക്ഷിണേന്ത്യ സഭ ഇന്ന് അൽമായ ഞായറായി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും കർത്താവെ ആ നല്ല ദിവസത്തെ ഓർക്കുന്നതിനും ദൈവജനമെന്നുള്ള നിലയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഹനിക്കുന്ന എല്ലാ തിന്മയുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും ഞങ്ങൾ വിടുതൽ പ്രാപിച്ച്, വിമോചനം പ്രാപിച്ച് സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാനായി ഞങ്ങളെ തിരുവചനത്തിലൂടെ കേൾപ്പിച്ചു തോർത്ത് സ്തോത്രം. കർത്താവെ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ചെറുപ്പക്കാരായ മക്കളെ കുറിച്ച് തിരുവചനം ഞങ്ങൾക്ക് നൽകുന്ന വലിയ സാക്ഷ്യത്തിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന, അവർ ഏറ്റെടുക്കേണ്ടതായി വന്ന വലിയ വെല്ലുവിളികളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവിടെ ദൈവസാന്നിധ്യം കൂടെ ഇരുന്നുവല്ലോ. എരിയുന്ന തീച്ചൂളയുടെ അനുഭവങ്ങളിൽ അവർ ജീവിക്കേണ്ടുന്ന സാഹചര്യം വന്നു എങ്കിലും എന്റെ ദൈവമേ, അവിടെ നിന്ന് തരം താങ്ങി, അവിടുത്തെ ശക്തി പകർന്ന്, അവിടുന്ന് ജീവൻ പകർന്ന് അനുഗ്രഹിച്ചതേക്കായി സ്തോത്രം. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ദൈവമേ, അത് അനേകർക്ക്, തലമുറകൾക്ക് പ്രയോജനകരമായി തീരുവാൻ സ്വർഗമേ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികളെ അതിജീവിപ്പാനുള്ള വിശ്വാസത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകി. യേശുവെ, അങ്ങയുള്ള വിശ്വാസം, അങ്ങയുള്ള ഉറപ്പ്, അങ്ങയുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ ഒന്നുകൂടെ കാത്ത് രക്ഷിക്കണമേ. കൃപയിലൂടെ സൂക്ഷിക്കണമേ. ഇപ്പോൾ നാഥ, ഞങ്ങൾ പിരിയട്ടെ, പിരിയാതെ ബന്ധുവായി ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ നാളുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളിൽ നിന്നും, എല്ലാ മഹാമാരിയുടെ അനുഭവങ്ങളിൽ നിന്നും ദൈവം നമ്മെ ഒന്നുകൂടെ വീണ്ടെടുത്ത് രക്ഷിച്ച് സൗഖ്യത്തോടെ കടത്തണമേ. ഈ ഒക്ടോബർ മാസത്തിന്റെ പ്രാരംഭ ദിവസം മുതൽ അവസാന ദിവസം വരെയും കർത്താവെ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി, അതിശയകരമായി പുലർത്തും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല കർത്താവേ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ എല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും
എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെ പോകാം കർത്താവിന്റെ നാമത്തിൽ തന്നെ.